ഹരിയാനയിൽ കോൺഗ്രസ് മികച്ച പ്രകടനമാണ് തെരഞ്ഞെടുപ്പ് പോരാട്ട വേദിയിൽ കാഴ്ചവെക്കുന്നത്. സീറ്റ് ലഭിക്കാത്തതിന്റെ പേരിൽ ചില സ്ഥാനാർത്ഥികൾ ആദ്യഘട്ടത്തിൽ അലമ്പുണ്ടാക്കിയത് മാറ്റി നിർത്തിയാൽ കോൺഗ്രസ് BJP-യേക്കാൾ ബഹുദൂരം മുന്നിലാണെന്ന് പറയാം. ഗ്രൂപ്പ് സമവാക്യങ്ങളൊന്നും സംസാരത്തിൽ പോലും കടന്നു വരരുത് എന്നതാണ് നേതാക്കൾ കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഒറ്റക്കെട്ടായി നിൽക്കാമെന്ന ചിന്ത ഹരിയാന കോൺഗ്രസിൽ കൈവന്നു എന്ന് കാണാം. നിലവിലെ പ്രതിപക്ഷ നേതാവ് ഭൂപേന്ദ്ര സിംഗ് ഹൂഡ, മുതിർന്ന നേതാവ് ദീപക് ബാബറിയ, മുൻ കേന്ദ്രമന്ത്രി കുമാരി ശെൽജ, രൺദീപ് സിംഗ് സുർജേവാല എന്നീ പ്രധാന നേതാക്കൾക്കിടയിലെ അഭിപ്രായ ഭിന്നതകൾ കോൺഗ്രസിന്റെ സാധ്യതകൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുമോ എന്ന ആശങ്ക ആദ്യഘട്ടത്തിൽ ഹൈക്കമാൻഡ് ഉണ്ടായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് പോരാട്ട ചൂടിലേക്ക് കടന്നതോടെ നേതാക്കൾ തമ്മിലുള്ള ഭിന്നതകളും എവിടെയോ മാറി മറിഞ്ഞിരിക്കുകയാണ്. പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം നേരത്തെ ഭൂപേന്ദ്ര സിംഗ് ഹൂഡയ്ക്കും ദീപക് ബാബറിയക്കുമെതിരെ കുമാരി ശെൽജ ഉന്നയിച്ചതാണ്. പാർട്ടി ഭരണത്തിലായിരിക്കുമ്പോൾ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് നടക്കുന്നതാണ് രീതിയെന്നും, എന്നാൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ആരെയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാണിക്കുന്ന രീതിയില്ലെന്നും കുമാരി ശെൽജ പരസ്യമായി തന്നെ പ്രതികരിച്ചതാണ്. ഹൂഡയുടെ നേതൃത്വം അംഗീകരിക്കുന്നില്ലെന്ന പരസ്യ പ്രഖ്യാപനം എന്ന നിലയിലാണ് അന്ന് ശെൽജയുടെ ഈ പ്രസ്താവന വായിക്കപ്പെട്ടത്. നിലവിൽ ഭൂപേന്ദ്ര സിംഗ് ഹൂഡ ദീപക് ബാബറിയ കൂട്ടുകെട്ടിനെതിരെ കുമാരി ശെൽജ രൺദീപ് സിംഗ് സുർജേവാല കൂട്ടുകെട്ട് ഉയർന്നു വന്നതും കോൺഗ്രസ് ഹൈക്കമാൻഡിന് തലവേദനയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിക്കില്ല എന്നതാണ് കോൺഗ്രസും വ്യക്തമാക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് നിശ്ചയിക്കുമെന്നതാണ് ധാരണയായിരിക്കുന്നത്. നേതാക്കൾക്കിടയിലെ മൂപ്പിളത്തർക്കം ഹരിയാനയിൽ കോൺഗ്രസിന്റെ സാധ്യതയെ ബാധിക്കുമെന്ന വിലയിരുത്തലുകൾക്കിടയിലാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടില്ലെന്ന് വ്യക്തമാക്കി കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത്. കുമാരി ശെൽജ, രൺദീപ് സിംഗ് സുർജേവാല കൂട്ടുകെട്ടിന്റെ ഭാഗമായിരുന്ന കിരൺ ചൗധരി മകൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് പാർട്ടി വിട്ട് BJP-യിലേക്ക് പോയിരുന്നു. ഈ നിലയിൽ പാർട്ടിയിൽ ആഴത്തിൽ വേരോട്ടമുള്ള വിഭാഗീയതയ്ക്ക് തടയിടുക എന്നതാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിക്കുന്നില്ല എന്ന തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. നിലവിൽ BJP ആഗ്രഹിക്കുന്ന ജാട്ട് ഇതര എന്ന നിലയിലുള്ള ധ്രുവീകരണം തടയുക എന്നതും പുതിയ നീക്കത്തിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നുമുണ്ട്. പ്രതിപക്ഷ നേതാവും പ്രധാന നേതാവുമായ ഭൂപേന്ദ്ര സിംഗ് ഹൂഡ ജാട്ട് സമുദായത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. അതിനാൽ തന്നെ ഹൂഡയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മുന്നിൽ നിർത്തുമ്പോൾ ജാട്ട് ഇതരർ എന്ന നിലയിലുള്ള ധ്രുവീകരണത്തിന് BJP-ക്ക് കൂടുതൽ അവസരം കിട്ടുമെന്ന ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജാട്ട് ഇതരർ എന്ന നിലയിലുള്ള ധ്രുവീകരണം BJP മുതലെടുത്തതാണ്. കുമാരി ശെൽജയിലൂടെ BJP-യിലേക്ക് പോകാൻ സാധ്യതയുള്ള ദളിത് വോട്ടുകൾ കോൺഗ്രസിലേക്ക് എത്തിക്കുക എന്ന നീക്കവും കോൺഗ്രസ് നടത്തുന്നുമുണ്ട്. ഹരിയാനയിൽ 20% വരുന്നത് ദളിത് വോട്ടുകളാണ്. സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദളിത് നേതാവാണ് കുമാരി ശെൽജ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും ശെൽജയുടെ പേര് പാർട്ടിക്കുള്ളിലും പുറത്തും ശക്തമായി തന്നെ ഉയർന്നുമുണ്ട്. അതിനാൽ തന്നെ കുമാരി ശെൽജയെ ഒഴിവാക്കി തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ അത് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും കോൺഗ്രസിനുണ്ട്.